ബീഹാറിൽ NDA ചരിത്ര വിജയം നേടിയപ്പോൾ ആ ചരിത്ര വിജയം കുറിക്കുമ്പോൾ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ കാരണങ്ങൾ തിരയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം. ചുരുങ്ങിയത് ഒരു 5 കാരണങ്ങൾ ഉണ്ടാകും. അത് പറയുകയാണെങ്കിൽ, ഒന്ന് സുസ്ഥിരമായിട്ടുള്ള വികസനമാണ്, മറ്റൊന്ന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഇവയിലേക്ക് കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള മുന്നോട്ടുള്ള പോക്കിന് അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ബീഹാറിലെ വിജയങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന NDAയുടെ മുദ്രാവാക്യം 100% വിജയിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ കണ്ടത്. മാത്രമല്ല, മറ്റൊന്ന് തിരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തി കുറിച്ചെഴുതിയ വോട്ടർമാരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. വലിയ വോട്ട് വർധന ഉണ്ടായിരിക്കുന്നു ബീഹാറിൽ. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. വരാം അതിലേക്ക്. സ്ത്രീകളും യുവ വോട്ടർമാരും NDAയുടെ നിർണായക നെടുന്തൂണുകളായി മാറിയത് എങ്ങനെയാണ്? അടിത്തട്ടിൽ ക്ഷേമ പദ്ധതികൾ അടക്കം എത്തിക്കുവാനുള്ള പരിശ്രമവും തുടർച്ചയായിട്ടുള്ള ഇടപെടലും ഫലപ്രദമായിട്ടുള്ള സംഘടനാ ശ്രമങ്ങളും എന്തുകൊണ്ടുണ്ടായി? ഇതൊക്കെ തിരിച്ചറിയേണ്ടതല്ലേ? മികച്ച ഭരണത്തോടൊപ്പം കുറ്റമറ്റ രാഷ്ട്രീയ ആസൂത്രണം കൂടി ഏറ്റെടുത്തു NDA. മാത്രമല്ല, സഖ്യകക്ഷികൾക്കിടയിലെ പിഴവില്ലാത്ത സീറ്റ് വിഭജനം മുതൽ RJD സർക്കാരിന്റെ കാലത്ത് നിലനിന്ന നിയമരാഹിത്യത്തെക്കുറിച്ചുള്ള, അതായത് നമുക്കറിയാം ജംഗിൾ രാജ്, ആ ജംഗിൾ രാജിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഭയം വരെ അതിന് കാരണമായി എന്നുള്ളതാണ്. ഇക്കൂട്ടത്തിലാണ് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് മലവെള്ളം പോലെ വന്ന സൗജന്യ വാഗ്ദാനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ആ സൗജന്യ വാഗ്ദാനങ്ങൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളത് NDAയുടെ വിജയം സുനിശ്ചിതമായി. എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ പങ്കാളിത്തവും എന്തുകൊണ്ട് വോട്ടർമാരുടെ കടന്നുകയറ്റവും കൂടുതലുണ്ടായി ബീഹാറിൽ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം എത്തുന്നവരല്ല രാഷ്ട്രീയക്കാരെന്നുള്ള തെളിവെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു കണ്ടത്. കോൺഗ്രസിന്റെയും RJDയും തന്ത്രങ്ങൾ എന്തുകൊണ്ട് പൊളിഞ്ഞുപോയി? എന്തുകൊണ്ട് NDAയും JDUവും വിജയിച്ചു കയറി? എന്തുകൊണ്ട് അവർ ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തി? 10ാം വട്ടവും മുഖ്യമന്ത്രി കസേരയിലേക്ക് നിതീഷ് കുമാറിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ മികവ് മാത്രമല്ല, സംഘടനാ പാടവം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം NDAയുടെ വൻ വിജയത്തിൽ സ്ത്രീ വോട്ടർമാരുടെ നിർണായകമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. സുപൗളും കിഷൻഗഞ്ചും മധുബനിയും തുടങ്ങിയ ജില്ലകളുണ്ടല്ലോ, ആ ജില്ലകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് 10 മുതൽ 20% വരെ സ്ത്രീ വോട്ടർമാരുടെ ഉയർന്ന പങ്കാളിത്തം വരുത്തിയ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകദേശം 1.8 ലക്ഷത്തിലധികം ജീവികൾ, അതായത് നമ്മൾ ഈ പറയുന്ന സ്ത്രീ വോട്ടർമാർ, ജീവിക ദീദിമാരെ, അവരെ വോട്ടർമാർക്ക് ബൂത്ത് ലൊക്കേഷനുകളും വോട്ടിംഗ് പ്രക്രിയകളും സംബന്ധിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന വനിതാ വോളണ്ടിയർമാർ, അവരെ വിന്യസിക്കുവാൻ കാണിച്ച മിടുക്കുണ്ടല്ലോ, ആ മിടുക്കിനെ പുകഴ്ത്തി പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെയും ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവ വോട്ടർമാരുടെയും തിരഞ്ഞെടുപ്പിലെ പങ്കാളിത്തം എന്ന് പറയപ്പെടുന്നത് ഗണ്യമായി വർദ്ധിച്ചത് എന്തുകൊണ്ടാണ്? തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വലിയ വാഗ്ദാനങ്ങൾ അത് സ്വീകരിക്കുവാൻ അവിടുത്തെ ജനത തയ്യാറായി എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, സ്വയം സഹായ സംഘങ്ങൾ, ഉപജീവന പിന്തുണ, സാമൂഹിക സുരക്ഷ എന്നിവയൊക്കെ ലക്ഷ്യമിട്ടുള്ള NDAയുടെ വിപുലമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ. ആ ക്ഷേമ പദ്ധതികൾ എന്ന് പറയപ്പെടുന്നത് സ്ത്രീ വോട്ടർമാരുടെയും ഒപ്പം തന്നെ യുവ വോട്ടർമാരെയും ആകർഷിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, തങ്ങളുടെ സംരക്ഷകരായി NDA കണ്ട വനിതാ വോട്ടർമാർക്കിടയിൽ അത് ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെയാണ് തകർന്നു പോയത് RJDയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ. തകർന്ന് തരിപ്പണമായ ഒരു പ്രസ്ഥാനമായി മഹാഗഠബന്ധൻ മാറുകയും ചെയ്തു. അതിനുശേഷം NDA എന്ന് പറയപ്പെടുന്ന ഇത്രത്തോളം 202 സീറ്റുകളിലേക്ക് ഉയർന്നെത്തണമെങ്കിൽ അവരുടെ സംഘടനാ പാടവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക, സംഘടനാ ശക്തിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. 14 ലക്ഷത്തിലധികം വരുന്ന യുവ വോട്ടർമാർ, അവരിൽ പലരും സ്ത്രീകളായിരുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് NDAയുടെ വോട്ടർ അടിത്തറ വിപുലീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 66.91% പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. വലിയ പോളിംഗ് വർധനവാണ് ബീഹാറിൽ ഉണ്ടായത്. ആ പോളിംഗ് വർധനവിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ബീഹാറിന്റെ സുസ്ഥിരമായിട്ടുള്ള വികസനം മുന്നിൽ വെച്ചുള്ള NDAയുടെ തന്ത്രം വിജയിച്ചു കയറിയത്. അവിടെയാണ് പാടെ അടിപതറിപ്പോയത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ. തകർന്ന് തരിപ്പണമാകുന്ന മഹാഗഠബന്ധനെയാണ് അവിടെ കാണാൻ കഴിയും. ഇനിയൊരു മുന്നേറ്റം ഈ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം പാതാളത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ. ഇനി എങ്ങനെയാണ് ഒരു കടന്നുകയറ്റം ഉണ്ടാവുക? ഇനി എങ്ങനെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത്
ഒരു പുതിയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾക്ക് കഴിയുക? സത്യത്തിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് ചിന്തിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത്, സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു മരവാഴയെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കോൺഗ്രസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയേണ്ടി വരുന്നു. KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ KC വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയെ ഈ വിധത്തിൽ മണ്ടനും പപ്പുവുമാക്കി മാറ്റിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രം തരം താണുപോയ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്നതിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന മലയാളിക്ക് അതിപ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. ഇനി ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നുകിൽ KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയെയും തുടച്ച് വൃത്തിയാക്കുക ഈ കോൺഗ്രസിൽ നിന്ന്. അതിനുശേഷം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ പുതിയൊരു യുവനിര മുന്നോട്ട് വരിക. ഞാൻ പറഞ്ഞല്ലോ, ബീഹാറിലെ വിജയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകൾ വലിയ തോതിൽ ഒഴുകിയെത്തിയത്. എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. 75 ലക്ഷത്തോളം വരുന്നവർക്ക് 10,000 രൂപ വെച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ NDA കാണിച്ച തന്ത്രമുണ്ടല്ലോ, അത് വളരെ കൃത്യമായി ഫലിച്ചു എന്നുള്ളതിന്റെ സൂചനകളാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാൻ നിതീഷ് കുമാറിനെ സഹായിച്ചതും മോദിയെയും അമിത്ഷായെയും അവരുടെ ആത്മവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞതും. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, 42.34 ലക്ഷം പുരുഷ വോട്ടർമാർ കൂടുതലുള്ള ബീഹാറിൽ 2.52 കോടി വനിതാ വോട്ടർമാരാണ് വോട്ട് ചെയ്തത് എന്നുള്ള പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ നിതീഷ് സർക്കാരിന്റെ ജനകീയ പദ്ധതികളിൽ ആകൃഷ്ടരായിട്ടുള്ള സ്ത്രീ വോട്ടർമാർ ഇത്തവണയും ആ പിന്തുണ നിതീഷ് കുമാറിന് കൊടുത്തു എന്നുള്ളതാണ് നിതീഷ് കുമാർ 85ഓളം സീറ്റുകൾ നേടി മുന്നിലേക്ക് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം 43 സീറ്റുകൾ മാത്രമാണ് ആർക്കുണ്ടായിരുന്നത്? നിതീഷ് കുമാർ. അവിടെയാണ് ഇപ്പോൾ 85 സീറ്റുകൾ നേടി അദ്ദേഹം മുന്നോട്ട് കയറുന്നതും വീണ്ടും അധികാരത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇവിടെ തുറുപ്പ് ചീട്ടായി മാറിയതാരാണ്? തുറുപ്പ് ചീട്ടാക്കി മാറ്റിയതാണ് NDA. അതായത് ബഹ്ള റോസ്ഗാർ യോജന എന്ന് പറയപ്പെടുന്ന പദ്ധതി മുന്നിലോട്ട് വെക്കുമ്പോൾ അത് ബീഹാറിലെ ജനതയെ മുഴുവൻ, സ്ത്രീ ജനതയെ മുഴുവൻ കൈക്കുമ്പിളിലേക്ക് ആക്കുവാൻ കരുത്തുള്ള പ്രസ്ഥാനമായി NDA മാറുകയായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ നിതീഷ് കുമാറും സംയുക്തമായിട്ടാണ് ഈ മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയപ്പെടുന്ന പദ്ധതി 2025 എന്ന് പറയപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കിയതും. സംസ്ഥാനത്തെ 75 ലക്ഷം വരുന്ന വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് ആദ്യഘട്ടമായിട്ട് 10,000 രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇവർ നേരിട്ട് കൈമാറുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയതും. സ്ത്രീകൾ അവിടെ വീണു. ആ സ്ത്രീ വോട്ടർമാരുടെ വല്ലാത്ത സാന്നിധ്യമായിരുന്നു ബീഹാറിൽ നമ്മൾ കണ്ടത്. ആ സ്ത്രീ വോട്ടർമാർ നിതീഷ് കുമാറിനും നരേന്ദ്രമോദിക്കും വോട്ട് ചെയ്തതാണ് നമ്മൾ കണ്ടത്. 95 സീറ്റുകൾ നേടി 101 സീറ്റിൽ മത്സരിച്ച BJPക്ക് 95 സീറ്റുകളെ വിജയം ആവർത്തിക്കണമെങ്കിൽ എന്തൊരു കരുത്താണത്, എന്തൊരു സംഘടനാ പാടവമാണത്. അവിടെയാണ് 85 സീറ്റോടുകൂടി JDU, നിതീഷ് കുമാറിന്റെ JDUവും നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നിൽ നിന്ന് നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും 95 സീറ്റുകൾ നേടി അങ്ങനെ 202 സീറ്റുകളിലേക്ക് കുതിച്ചു കയറുവാൻ അവർക്ക് കഴിഞ്ഞത്. ആ സംഘടനാ പാടവത്തെ, സംഘടനാ മികവിനെ, നയതന്ത്രങ്ങളെ, അതിനെയൊന്നും മറികടക്കുവാൻ ഈ രാഹുൽ ഗാന്ധിക്കോ KC വേണുഗോപാലിനോ തേജസ്വി യാദവിനോ കഴിയുന്നില്ല എന്നിടത്താണ് സമ്പൂർണ്ണ പരാജയമാകുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയ RJDയും കോൺഗ്രസും ഒക്കെ ഇനിയൊരു തിരിച്ചുവരവിന് വേണ്ടി ഇനിയും ഒരു 5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള സമയവും കാലവും കോൺഗ്രസിനുണ്ടാകില്ല. കാരണം കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമായി തീരാൻ പോകുന്നു. ഇനിയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മരവാഴകളെയാണ്, അതായത് KC വേണുഗോപാലിനെ പോലുള്ള സംഘടനാ പാഠവുമില്ലാത്ത സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ വെച്ചിട്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഇനിയില്ല ഒരു തിരിച്ചുവരവ്, ഇനിയില്ല ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ ഒരു ജീവിതം, ഒരു ജീവൻ. തിരിച്ചു ജീവൻ വെക്കാൻ പോലും കഴിയാതെ തകർന്ന് തരിപ്പണമാകുന്ന കോൺഗ്രസിനെയാണ് ഇന്ത്യയിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. ഒരല്പമെങ്കിലും ആയുസ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം തരം താണുപോയ ഒരു പ്രസ്ഥാനമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതായത് സ്ത്രീകൾക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്തുവാനും സ്വന്തമായിട്ട് വരുമാനം നേടാനും ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ നരേന്ദ്രമോദിയും ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറും സമ്മാനിച്ച പദ്ധതിയുണ്ടല്ലോ, മഹിളാ റോസ്ഗാർ യോജന. ആ പദ്ധതിയുടെ വിജയമാണ് ഇന്ന് 10ാം തവണയും മുഖ്യമന്ത്രി കസേരയിലേക്ക് നിതീഷ് കുമാറിനെ ഇപ്പോൾ ഇവർ ജനപങ്കാളിത്തത്തോടു കൂടി മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗമായിട്ട്, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം ചെറുകിട വ്യവസായങ്ങളോ മറ്റു തൊഴിൽ സംരംഭങ്ങളോ ആരംഭിക്കുന്നതിനായിട്ട് ഈ തുക പ്രയോജനപ്പെടുത്താം. 10,000 രൂപ വീതം കൊടുക്കുന്ന തുക 75 ലക്ഷം സ്ത്രീകൾക്കാണ്. അപ്പൊ ഇതിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനും സാമൂഹിക പുരോഗതി കൈവരിക്കുവാനും വേണ്ട എല്ലാ തരത്തിലുമുള്ള ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു ആ പദ്ധതിക്ക് പിന്നിൽ. അങ്ങനെ 10,000 രൂപ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയത് താഴെ തട്ടിൽ രാഷ്ട്രീയ സന്ദേശമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല.
സംസ്ഥാനത്തെ 1.25 കോടി സ്ത്രീകൾക്ക് തുക വിതരണം ചെയ്തു കഴിഞ്ഞുവെന്ന് സർക്കാർ പ്രതിനിധികൾ തന്നെ വിലയിരുത്തപ്പെടുന്നു, പറയപ്പെടുന്നു. അത് അനുഭവവേദ്യമാണ്. ബീഹാറിലെ ജനത അത് സ്വീകരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് വോട്ടുകളായി മാറിയത് എന്നുള്ളത് മറന്നു പോകരുത് കോൺഗ്രസുകാരാ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോയത്. നിങ്ങൾ ഈ വോട്ടുചോരിയുടെ പുറകെ നടന്നപ്പോൾ NDA എന്ന് പറയപ്പെടുന്ന തന്ത്രങ്ങൾ പറഞ്ഞ് സ്ത്രീകളെയും യുവാക്കളെയും യുവതികളെയും കയ്യിലെടുക്കാൻ നടത്തിയ ശ്രമമുണ്ടല്ലോ, അത് വലിയ വിജയമായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തകർന്ന് തരിപ്പണമായിടത്ത് നിന്ന് നിങ്ങൾക്കിനി ജയിച്ചു കയറുവാൻ ഒരുപാട് മലകൾ കയറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തകർന്ന് തരിപ്പണമായിടത്ത് നിന്ന് എങ്ങനെയാണ് ഈ പാർട്ടി ഇനി കുതിച്ചു വരിക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ചിലപ്പോൾ ഇവിടെ ഈ ബീഹാറിൽ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന വേളയിൽ ഇവർ നടപ്പിലാക്കിയിരുന്നെങ്കിൽ, വിജയം കൊയ്തിരുന്നുവെങ്കിൽ, എന്തിന് കഴിഞ്ഞ തവണ നേടിയെടുത്ത ആ വിജയമെങ്കിലും നേടിയെടുക്കുവാൻ, അതായത് കഴിഞ്ഞ വട്ടം RJD എന്ന് പറയപ്പെടുന്നത്, അതായത് ഈ തേജസ്വി യാദവിന്റെ പാർട്ടി എന്ന് പറയപ്പെടുന്നത് 80 സീറ്റുകൾ നേടിയിരുന്നു. ഇന്ന് കോൺഗ്രസിനും RJDക്കും കൂടി ചേർന്ന് ആകെ 35 സീറ്റുകളാണ്. ഇത്രത്തോളം തരം താണു പോയ ഒരു പ്രസ്ഥാനമൊക്കെ ഇനി എങ്ങനെയാണ് ബീഹാറികളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളത്. ഞാൻ ബീഹാറിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ഗതികെട്ട ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതിന്റെ സൂചനകളാണത്. ഇനിയില്ല 135, 140ഓളം പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു പ്രസ്ഥാനം, ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഈ പോക്ക് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെയോ KC വേണുഗോപാലിനെ കൊണ്ടൊന്നും ഈ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ആദ്യം ചെയ്യേണ്ടത് ഇവരെയൊക്കെ പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയക്കാരായുള്ള രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിനെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചാൽ മാത്രമേ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇനി മുന്നോട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ഒരു കുടുംബ കൺസോർഷ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കുടുംബ ഫാമിലി സെറ്റപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പാർട്ടി സംവിധാനം, ഈ സംവിധാനം എന്ന് തകർന്ന് തരിപ്പണമാകുമോ അന്ന് മാത്രമേ കോൺഗ്രസിന് ഇനി ഒരു പുനരുജ്ജീവനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ കേരളത്തിലെ ഭരണ തുടർച്ച എന്ന് പറയപ്പെടുന്നത് കണ്ടുപഠിച്ചിരിക്കുന്നു. കേരളത്തിൽ പോലും ഭരണ തുടർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയും അത് തന്നെയാണ്. പിണറായി വിജയൻ അനുവദിക്കുന്നതും അനുകരിക്കാൻ ശ്രമിക്കുന്നതും ഈ മോദിയുടെ തന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ നിതീഷിന്റെ തന്ത്രങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ബീഹാറിൽ 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് സ്ത്രീകൾക്ക് നൽകുമ്പോൾ അതേ രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നു? കേരളത്തിലും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് നൽകിക്കൊണ്ട് പുതിയൊരു പദ്ധതി നടപ്പിലാക്കുവാൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഭരണ തുടർച്ച കണ്ടുപഠിക്കുക. ആ ഭരണ തുടർച്ചയുടെ തന്ത്രങ്ങൾ BJPയിൽ നിന്ന് കടമെടുക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. അങ്ങനെ CPM സ്വീകരിക്കുന്നത് BJPയുടെ വഴിയാണ്, പിണറായി വിജയനും സ്വീകരിക്കുന്നത് മോദിയുടെ തന്ത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തകർന്നു പോകുന്ന കോൺഗ്രസിന് ഇനി ഒരിക്കലും കയറി വരുവാൻ കഴിയാതായി പോകുന്നത് തന്ത്രങ്ങളുടെ കുറവല്ല, ബുദ്ധിയില്ലാത്ത നേതാക്കന്മാരുടെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച